നമസ്കാരം. ലളിത സഹസ്രനാമ പഠനം നമുക്ക് ആരംഭിക്കാം. ഓം നമഃ ശിവായ ഗുരവേ സച്ചിദാനന്ദമൂർത്തയേ നിഷ്പ്രപഞ്ചായ ശാന്തായ ശ്രീനീലകണ്ഠായ തേ നമഃ. സ്വാമി സത്യാനന്ദായ തേ നമഃ. ഗുരുപരമ്പരയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ഐമോ മൈം നമോ ഭഗവതേ ശംശാരികേ സർവകലാകോവിദേ വിദ്യാം ബോധയസ്വ. ഹേ ദേവി സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമഃ. ഹേ ദേവി സർവഭൂതേഷു ഐശ്വര്യരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമഃ. ഹേ ദേവി സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത നമസ്തസ്മൈ 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 നമോ നമഃ. നമുക്ക് 161 തുടങ്ങാം. അവിടെ നമ്മൾ നോക്കി 161 നിരഹങ്കാരായേ നമ. അഹങ്കാരമില്ലാത്തവളെ നമസ്കാരം. ഓം നിർമോഹായേ നമ. മോഹമില്ലാത്തവളെ നമസ്കാരം. ഓം മോഹനാശിന്യേ നമ. മോഹത്തെ നശിപ്പിക്കുന്നവളെ നമസ്കാരം. ഓം നിർമ്മമായേ നമ. എന്റേതെന്ന് ഭാവമില്ലാത്തവളെ നമസ്കാരം. ഓം മമതാഹന്ത്രേ നമ. ഓം നിഷ്പാപായേ നമ. ഓം പാപനാശിന്യേ നമ. ഓം നിഷ്ക്രോധായേ നമ. ഓം ക്രോധശമന്യേ നമ. ഓം നിർലോഭായേ നമ. ഓം ലോഭനാശിന്യേ നമ. ഇത്രയും നാമങ്ങൾ നമുക്ക് നോക്കാം. എത്ര നോക്കാൻ പറ്റും അത്രയും നോക്കാം. ഓം നിർമോഹായേ നമ. ഓം നിരഹങ്കാരായേ നമ. ഈ രണ്ട് നാമങ്ങൾ നിങ്ങൾ നോക്കൂ. അഹങ്കാരമില്ലാത്ത ഒരവസ്ഥ. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. ഞാനെന്നും എന്റേതെന്നും പറയാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ദേവി. അപ്പോ സാധനയില് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവര് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഞാൻ എന്ന ഭാവത്തെ കളയുക എന്നുള്ളതാണ്. ഒരിക്കൽ എന്റെ ഗുരു എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും നിന്നെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യില്ല അങ്ങനത്തെ ഒരവസ്ഥ എത്താമെങ്കിൽ, ഒരു കാര്യത്തിലും ചിന്തിക്കുകയില്ലാത്തൊരവസ്ഥ എത്താമെങ്കിൽ നീ എത്തേണ്ട ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷെ അത് എളുപ്പമല്ല. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് നമ്മളോട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും മനസ്സിനകത്തൊരു വിഷമം, ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവുന്ന എപ്പോഴാണ്? നമ്മളോട്ട് അതിന് കണക്ഷൻ ഉണ്ടാകും, അല്ലെ? ആ അഹം എന്നൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അഹങ്കാരത്തിൽ ദാർഢ്യത്തിൽ പെരുമാറുക, അല്ലെങ്കിൽ ഞാനൊരു വലിയ ആളാണെന്ന ഭാവത്തിൽ പെരുമാറുക, അത് മാത്രമല്ല, ഏത് കാര്യത്തിന്റെയും ഏത് ചിന്തയുടെയും കേന്ദ്രബിന്ദു ഞാനാവും. ഒരിക്കൽ ന്യൂയോർക്ക് ടെലിഫോൺ കമ്പനി വർഷങ്ങൾക്ക് മുമ്പാണ്, അവിടുത്തെ എല്ലാ STD ബൂത്തുകളും, ന്യൂയോർക്കിലെ സകല STD ബൂത്തുകളിലും അതുവഴി പോകുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ ടാപ്പ് ചെയ്തിട്ട് ജനങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഏതാണെന്ന് നോക്കി. അപ്പൊ അതിന്റെ ഉത്തരം ഐ എന്നായിരുന്നു. ഞാൻ. ഈ ഞാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും നമുക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്നതും. എന്റെ അതാണ്. ഈ ഭാവമില്ലാത്തവളെ നമസ്കാരം. അപ്പൊ നമ്മള് ദേവിയോട് അടുക്കുമ്പോൾ നമുക്ക് ആ ഭാവം പോണം. നിങ്ങൾ അമ്പലത്തില് പൂജ കഴിഞ്ഞിട്ട് കർപ്പൂരം കത്തിക്കും. ഈ കർപ്പൂരം ഈ ഞാനെന്ന ഭാവമാണ്. കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും അവശേഷിക്കാത്ത ഒരു കാര്യമാണ് ഈ കർപ്പൂരം. അതൊരു പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അത് പോവും, പൂർണ്ണമായിട്ട് പോവും. അപ്പോ പൂജയൊക്കെ കഴിഞ്ഞ് തിരുമേനിമാര് ഈ കർപ്പൂരം ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഇതുപോലെ നമ്മുടെ അഹങ്കാരവും കത്തി ജ്വലിച്ച് തീർന്നു പോകണം. ആ ഞാനെന്ന ഭാവം പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഓം നിരഹങ്കാരായേ നമ. ഓം നിർമോഹായേ നമ. മോഹം, അല്ലെ? മോഹമാണ് ദുഃഖം തരുന്നത്. മോഹമാണ് ക്രോധം ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു കാര്യം മോഹിച്ചു, കിട്ടിയില്ല, അത് ദുഃഖത്തിലെത്തി. അത് പിന്നെ സങ്കടവും. ഒരു മോഹം ഇല്ലെങ്കിലോ അയാൾക്ക് പിന്നെ ദുഃഖിക്കൊന്നുമില്ല. ഒരു രാജാവ് നായാട്ടിന് പോയപ്പോ അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയി, ഒറ്റയ്ക്കായിപ്പോയി. അപ്പോൾ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ദാഹിച്ച് വലഞ്ഞ് നടക്കുമ്പോൾ ഒരു മഹർഷിയുടെ ആശ്രമം കണ്ടു. അപ്പൊ അദ്ദേഹം അവിടെ പോയിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കിയപ്പോ അവിടുത്തെ ആ ഒരു യോഗി വര്യൻ മഹർഷി ആ വീടിന്റെ മുന്നിൽ ധ്യാനത്തിലിരിക്കുകയാണ്.
അപ്പൊ അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു, അല്പം ജലം തരൂ എന്ന് അധികാര സ്വരത്തിൽ പറഞ്ഞു. ആ രാജ്യത്തെ രാജാവാണ്. അപ്പൊ ഈ മഹർഷി കണ്ണു തുറന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ട? അല്പം ജലം കൊണ്ടുവരൂ, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ മഹർഷി പറഞ്ഞു, അവിടെ കിണറുണ്ട്, കിണറിൽ നിന്ന് എടുത്ത് കഴിച്ചോളൂ. അത് രാജാവിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജാവ് ഇയാളോട് ചോദിച്ചു, ഈ മഹർഷിയോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തനിക്കറിയാമോ ഞാൻ ആരാണ്? അപ്പം മഹർഷി പറഞ്ഞു, അറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, വാള് ഊരി എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്. ഒരൊറ്റ വെട്ട് വന്നാൽ തന്റെ തല തെറിച്ചു, അറിയാമോ? അപ്പൊ ഈ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനൊരു യോഗിയാണ്. എന്റെ തല നിങ്ങൾക്ക് വെട്ടണമെങ്കിൽ വെട്ടാം, പക്ഷെ ആ തല തെറിച്ചു പോയാലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഇത് എന്നും നിലനിൽക്കുന്ന ഒരു തലയാണെന്ന ബോധം എനിക്കില്ല. എന്നെങ്കിലും ഒരിക്കത് തെറിച്ചു പോകണം. ഇപ്പൊ തെറിച്ചു പോയിക്കോട്ടെ, താൻ വെട്ടിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം കണ്ണടച്ച് വീണ്ടും ധ്യാനത്തിലേക്ക്. അപ്പോ ഞാനെന്നും എന്റേതെന്നും തോന്നുന്ന ഭാവങ്ങൾ, അത് സ്വന്തം ശരീരത്തോടായാലും ശരി, മനസ്സിനോടായാലും ശരി, നമ്മുടെ പേരിനും പ്രസിദ്ധിയും, നമ്മുടെ പണം, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ബന്ധങ്ങൾ, ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ മോഹങ്ങൾ നമുക്കുണ്ടാക്കും, അല്ലെ? ആ മോഹങ്ങൾ സാധിക്കാതെ വരുമ്പോ ക്രോധം വരും. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, നടന്നില്ല, വലിയ വിഷമായി, സങ്കടമായി, ക്രോധമായി, ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കും. ഇതൊക്കെ മായയുടെ ഒരു ലീലയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈയിടെ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഒരു അപമാനം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടാൽ നമുക്ക് തോന്നും, ഇത്ര നല്ലൊരു ചെറുപ്പക്കാരൻ, ഇത്ര പഠിച്ച ഒരാള്, ഇത്ര കഴിവുള്ള ഒരാള്, അയാളെ പറ്റി ഒരു അപവാദം വന്നു, അയാളുടെ ആശുപത്രിയിൽ ഒരു കുട്ടി മരിച്ചത് ഇയാളുടെ നോട്ടക്കുറവ് കൊണ്ടെന്നോ കഴിവില്ലായ്മ കൊണ്ടാണോ, അങ്ങനെ ഒരു പ്രശ്നം വന്നു. അതില് ഈ സാമൂഹ്യ വിരുദ്ധന്മാരാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉള്ളത്. എന്താണ് കാര്യം എന്നറിയാതെ മറ്റുള്ളവരെ തെറി വിളിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അവരൊക്കെ കൂടെ തെറി വിളിച്ചു. പിന്നെ രാഷ്ട്രീയക്കാരെ എന്തിനും ചാടി പുറപ്പെടുന്ന കുറെ പേരുണ്ട്. അവരെല്ലാം കൂടി ചാടി പുറപ്പെട്ടു. ആ മനുഷ്യനെ അത് താങ്ങാൻ വയ്യാതായി അദ്ദേഹം രക്തം കൊണ്ട് ചുവരിലെ സോറി എന്നെഴുതി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ആത്മഹത്യ സംഭവിച്ചത്? താനൊരു ഡോക്ടറാണ്, ഞാനൊരു സർജനാണ്, എനിക്കൊരിക്കലും തെറ്റുകൾ പറ്റാൻ പാടില്ല, ഞാൻ ഒരു ഡോക്ടറായിട്ടും ആളുകളിൽ നിന്ന് ഇത്ര ഞാൻ ചീത്ത കേട്ടല്ലോ, ഞാൻ ഇത്ര നല്ലൊരു ആശുപത്രി നടത്തിക്കൊണ്ടുവരുന്നു, എന്നിട്ടും ഇത്രയും ആളുകളെ ഞാൻ സെർവ് ചെയ്തിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവരൊക്കെ കൂടെ എന്നെ ചീത്ത വിളിച്ചല്ലോ, എനിക്ക് വലിയൊരു വിഷമമായിപ്പോയി, സങ്കടമായി. ഇതാണ് പ്രശ്നം. ഈ ഞാനെന്നും എന്റെ എന്ന് പറയുന്ന തോന്നലുകൾ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോ ദേവിയെ ഇങ്ങനെ സ്തുതിക്കുമ്പോ, ഓം നിർമോഹായേ നമ എന്ന് പറഞ്ഞ് സ്തുതിക്കുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്ത് സംഭവിച്ചാലും നമ്മളെ നടുക്ക് നിർത്തിക്കൊണ്ട്, അതായത് ഈ ലോകത്തിന്റെ സെന്റർ ഞാനാണ്, കേന്ദ്രബിന്ദു ഞാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് മോഹങ്ങൾ വളരെ കൂടും. അതിനോടൊപ്പം ചിലപ്പോൾ മോഹഭംഗങ്ങളും വരും. ഓം മോഹനാശിന്യേ നമ. ആ മോഹങ്ങളെ ആരാണോ നശിപ്പിക്കുന്നത് അവളാണ് ദേവി. മോഹത്തെ നശിപ്പിക്കുന്നവളെ നിന്നെ നമസ്കരിക്കുന്നു, മോഹമില്ലാത്തവളെ നിന്നെ നമസ്കരിക്കുന്നു. ഓം നിർമ്മമായേ നമ. എന്റേതെന്ന ഭാവമില്ലാത്തവളെ നമസ്കാരം. നമുക്ക് എന്റേതെന്ന് പറയുമ്പോൾ ഒരുപാട് ദുഃഖം സംഭവിക്കും. ഒരു കുട്ടി മരിച്ചുപോയി. ആ കുട്ടികൾ മരിക്കുന്നപ്പോൾ വളരെ വേദനയുണ്ടാവും. അമ്മയുടെ അച്ഛന്റെ ഏക കുട്ടിയാണ്, അതൊരു അസുഖത്ത് മരിച്ചുപോയി. അമ്മയ്ക്കും അച്ഛനും ദുഃഖം സഹിക്കാൻ വയ്യ. അവരങ്ങനെ ഏങ്ങി കരയാണ് ദിവസങ്ങളോട്. അപ്പോൾ അവിടെ ഒരു ഗുരു വന്നപ്പോ അവരാ ഗുരുവിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര വലിയൊരു ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു തോട്ടത്തില് ഒരു തോട്ടക്കാരനുണ്ടായിരുന്നു, വളരെ നന്നായിട്ട് ചെടികളൊക്കെ പരിപാലിക്കും. അപ്പൊ അതിലൊരു പനിനീർ ചെടി ഉണ്ടായിരുന്നു. അതിൽ മനോഹരമായൊരു പുഷ്പമുണ്ട്. അത് കാണാൻ ഇദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം രാവിലെ പോയി ആ പുഷ്പത്തെ കാണും. രാവിലെ അങ്ങനെ ചെന്നപ്പോ
ആ പുഷ്പം ആരോ പറിച്ചുകൊണ്ട് പോയിരിക്കുന്നു. തോട്ടക്കാരന് വളരെ ദേഷ്യം വന്നിട്ട് അദ്ദേഹം അലറി, ഹൂ പ്ലക്ക് ദ ഫ്ലവർ? ആരാണ് ഈ പൂ പറിച്ചത്? അപ്പൊ മരത്തിന്റെ പിന്നിൽ നിന്ന് ഒരാൾ പതുക്കെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് പറിച്ചത്. എന്താ? പിന്നെ തോട്ടക്കാരൊന്നും പറഞ്ഞില്ല. കാരണം ആ തോട്ടത്തിന്റെ ഉടമസ്ഥനായിരുന്നു ആ ചോദിച്ചത്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ, എന്തിന്റെയും, നമ്മുടെ ആത്മാക്കളുടെയും ഒക്കെ മാതാ പിതാ എന്ന് പറയുന്നത് പരമശിവനും പാർവതിയാണ്. അവരാണ് തീരുമാനിക്കുന്നത് ആര് എത്ര കാലം ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ. അദ്ദേഹത്തിന്റെയാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. നമുക്ക് പിന്നെ പറ്റുന്നത് കുറെ ഡയലോഗുകൾ നമ്മൾ വെച്ച് കാച്ചാം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഡയലോഗ് അല്ല പറയുന്നത്. ഒരു ലിമിറ്റിനപ്പുറം നമുക്ക് മോഹങ്ങളെ വലിച്ചു നീട്ടരുത്. ഈ ബബിൾ കം പോലെയാണ് മോഹം. അതിങ്ങനെ വലിച്ചു നീട്ടി 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 കൊണ്ടുവന്ന പിന്നെ അത് വായിൽ വെക്കാൻ കൊള്ളില്ല. മോഹങ്ങളെ ഇല്ലാതാക്കുന്നവളെ നമസ്കാരം, മോഹങ്ങൾക്കൊക്കെ അതീതയായി നിൽക്കുന്നവളെ നമസ്കാരം, പിന്നെ നിഷ്പാപായേ നമസ്കാരം, പാപമില്ലാത്തവളെ നമസ്കാരം. പാപങ്ങൾക്കെല്ലാം അതീതമാണ്, ഒരു പാപവുമില്ല. പാപമേ പരപീഡനം. എന്താണ് പാപം? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ് പാപം. പരോപകാരമേ പുണ്യം. ഇതാണ് വ്യാസൻ മഹാഭാരതത്തിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് നിങ്ങളുടെ പുണ്യം, നിങ്ങളുടെ പോസിറ്റീവ് മാർക്ക്. മറ്റുള്ളവരെ മനസ്സാ വാചാ കർമ്മണ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് മാർക്ക്. അവസാനം പരീക്ഷ പാസ്സാവണമെങ്കിൽ നിങ്ങളിനി എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾക്ക് എത്ര പോസിറ്റീവ് മാർക്കുണ്ട് എന്ന് നോക്കിയിട്ടാണ്. നെഗറ്റീവ് മാർക്ക് ചെയ്യുന്നവർ നമുക്ക് കുറഞ്ഞു വരും. പാപങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിച്ചു പോവുക എന്നതാണ് ജീവിതത്തിന്റെ ധർമ്മമായ പാത. ആ പാപങ്ങൾ ചെയ്യാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു വലിയൊരു ഡെപ്പോസിറ്റ് വരും. ആ ഡെപ്പോസിറ്റാണ് അടുത്ത ജന്മങ്ങളിൽ നമുക്ക് ആധ്യാത്മികമായി വളരാനുള്ള ഒരു ഫണ്ടായിട്ട് മാറും. അതിന്റെ ഇൻട്രസ്റ്റിലാണ് പിന്നെ അടുത്ത വർഷം നമ്മൾ ജീവിക്കുന്നത്, അടുത്ത ജന്മം നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഹെവി ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ എന്റെ ജീവിതം സുഖകരമായിരിക്കും. പൈസ ഇല്ലെങ്കിൽ ഞാൻ വളരെ വിഷമിക്കും. അപ്പൊ പാപങ്ങൾ ചെയ്യുന്തോറും നമ്മുടെ ദാരിദ്ര്യം, മനസ്സിന്റെയും ശരീരത്തിന്റെയും ജീവിതത്തിന്റെയൊക്കെ ദാരിദ്ര്യം കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് സമ്പന്നമായി തീരണമെങ്കിൽ ഈ ഭൂമിയിൽ റിസർവ് ബാങ്ക് അടിക്കുന്ന നോട്ട് വിട്ടുകൾ ബാങ്കിൽ കൊണ്ടുവച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. ഒരുപാട് ആളുകളെ സഹായിക്കാൻ തയ്യാറാവും. ഈ പ്രപഞ്ചത്തിൽ നമ്മളോടത്ര ഭാഗ്യമില്ലാതെ പോയ നിരവധി ആളുകളുണ്ട്. മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് തയ്യാറാവണം. ഒന്നുമില്ലെങ്കിൽ എന്നും പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ജലമെങ്കിലും നമ്മൾ ടെറസിലോ മുറ്റത്തോ വയ്ക്കണം. എന്നും രാവിലെ ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകള് രാവിലെ എണീച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഉടൻ വീട്ടിന്റെ മുറ്റത്തെത്തി അരിപ്പൊടി ഇടും. കോലം വരയ്ക്കുന്ന അരിപ്പൊടിയിട്ടാണ്. എന്തിനാണ്? നമ്മുടെ മുറ്റത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ ജീവി എന്ന് പറയുന്നത് എറുമ്പുകളാണ്. ഈ എറുമ്പുകൾക്ക് കാഴ്ചയില്ലാത്ത ജീവികളാണ്. അത് ഗന്ധം പിടിച്ചാണ് ഇങ്ങനെ വരിയായിട്ട് പോകും. അവ വന്നിട്ട് ഈ അരിപ്പൊടി തിന്നണം. എന്നിട്ട് അവർ അനുഗ്രഹിക്കും. എന്റെ അമ്മൂമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, മഹാലക്ഷ്മിയായിട്ട് അനുഗ്രഹിക്കുന്ന എറുമ്പുകളാണ്. അപ്പോ മുറ്റത്തെ എറുമ്പുകളെ വരെ ശ്രദ്ധിച്ചിട്ടാണ് ജീവിതം രാവിലെ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ രാത്രി തറവാടിന്റെ നട അടയ്ക്കുമ്പോൾ, കൊട്ടിയമ്പലങ്ങൾ അടയ്ക്കുമ്പോൾ ആ കൊട്ടിയമ്പലത്തിൽ നിന്നിട്ട് ഗൃഹനാഥൻ വിളിച്ചു ചോദിക്കണം, അത്താഴ പ്രശ്നിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണം. 3 തവണ വിളിച്ചു ചോദിക്കണം. അപ്പൊ ആരെങ്കിലും ഉണ്ടേ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്താഴം കൊടുത്തതിന് ശേഷമേ ഗൃഹനാഥന് കഴിക്കാൻ പറ്റൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരോപകാരമേ പുണ്യം. ആ പുണ്യം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പാപമില്ല. അഥവാ പാപമുണ്ടെങ്കിലും അവർ ചെയ്ത പുണ്യം കൊണ്ട് ആ പാപങ്ങളൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ പാപരഹിതയായ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനിലെ സർവവും അർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ.